കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമമെന്ന് പീഡനത്തിനിരയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. എറണാകുളത്തെ കോൺഗ്രസ് നേതാവ് അലി ഷാനയ്ക്കെതിരെയാണ് പരാതി. തന്റെ പരാതി ഇൻഫോ പാർക്ക് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും യുവതി 24-നോട് വെളിപ്പെടുത്തി. ആദ്യം പ്രതികരണത്തിലേക്ക്. പോലീസിൻ്റെ ഭാഗത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൊഴി കൊടുത്ത പോലെയല്ല പോലീസുകാർ സെക്ഷൻ ഇട്ടിരിക്കുന്നത്. ഞാൻ കൊച്ചിൻ്റെ കാര്യങ്ങളും എന്നെ അബോർഷനായി ഡോക്ടർ കൊണ്ടുപോയി എൻ്റെ വയറ് കീറി സ്റ്റിച്ച് ചെയ്തത് ഞാൻ മൊഴിയിലും 164-ലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ആ FIR പോലീസുകാർ ചേർത്തിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ഈ പോലീസുകാർ ഇങ്ങനെ അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വൈസ് ചെയർമാനായിട്ടുള്ള അബ്ദു ഷാനെയും അലി ഷാനെയും പാർട്ടിപരമായിട്ട് നല്ല ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം അവരിപ്പം ഈ കേസ് കൊടുത്തിട്ടും എൻ്റെ കൊച്ചിനെയും എന്നെയും കൊല്ലും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും പുറത്തെല്ലാവരുടെയും പറഞ്ഞു നടക്കുന്നത്. തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാന്റെ സഹോദരനാണ് കോൺഗ്രസ് നേതാവായ അലി ഷാന. ഇപ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ ചെയ്യുന്നു. ശ്യാമ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആ യുവതി നടത്തുന്നത്. 164 അടക്കം കൊടുത്തൊരു കേസാണ്. ഇതിൽ പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? സുഹൈൽ, തൃക്കാക്കര നഗരസഭ വൈസ് ചെയർമാൻ അബ്ദുഷാനെയും അബ്ദുഷാനയുടെ സഹോദരൻ അലീഷാനെയും ഉൾപ്പെടെ പ്രതികളായ കേസിലെ ഇരയാണ് 24-നോട് സംസാരിച്ചത്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഗർഭിണിയായിരുന്ന സമയത്ത് അവരെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കേസ് നൽകിയപ്പോഴും ഇൻഫോ പാർക്ക് പോലീസ് പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പുതിയ പരാതിയായി അവർ ഉന്നയിക്കുന്നത് അവരുടെ കുട്ടിയെ, 1 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. FIR-ൽ മൊഴിയിൽ പറഞ്ഞ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്താതെ പ്രതികളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ഗർഭിണിയായിരുന്ന സമയത്ത് ഗർഭം അലസിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ പരാതി നൽകിയിരുന്നു. അതിലും നടപടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ സ്വാധീനത്താൽ താൻ നൽകിയ പരാതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പോലീസ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? 164 എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതിന് പിന്നാലെ ഈ യുവതിയുടെ മൊഴി 164 ആയി രേഖപ്പെടുത്തിയിരുന്നു. അത് മൊഴി മാറ്റാതിരിക്കാനാണ് എന്ന് പോലീസ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൗരവമായ കാര്യങ്ങൾ 164-ൽ പറയുമ്പോഴും ആ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ FIR-ൽ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. ആദ്യഘട്ടത്തിൽ പരാതിയിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്ന പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായ ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു പ്രായപൂർത്തിയാകാത്ത നവജാത ശിശുവിനെ അപകടപ്പെടുത്തും എന്ന ഭീഷണി നിലനിൽക്കുന്നുവെന്ന് പരാതിപ്പെടുമ്പോഴും പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ളത് ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ പോലീസ് വലിയ നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇൻഫോ പാർക്ക് പോലീസിന്റെ ഈ കോൺഗ്രസ് പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കളുടെ ബന്ധുക്കളടക്കം പ്രതിയായ കേസിൽ, ആരോപണ വിധേയരായ കേസിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കം ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആ യുവതി 24 നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ തുടർ നടപടികൾ വേണമെന്ന ആവശ്യവും കൂടി യുവതി 24-നോട് പങ്കുവെക്കും.